ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മനോസ് ഫുഡ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വളരെ വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു കപ്പ് അരിപ്പൊടി വെച്ചിട്ട് ചെയ്തെടുക്കാവുന്ന സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. ഇതിന് പ്രത്യേകിച്ച് കറികളില്ലെങ്കിൽ പോലും നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ കുറച്ച് തൈര് ഉണ്ടെങ്കിൽ മതിയാവും, അല്ലെങ്കിൽ കുറച്ച് നാളികേര ചമ്മന്തി ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ പോകാം. അതിന് മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ്. ഇനി നമുക്കിതിനെ കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് ഇളക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കട്ടയില്ലാതെ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. വലുതാണെങ്കിൽ ഒരു പകുതി എടുത്താൽ മതിയാവും. ഇനി കുറച്ച് കാബേജ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്, ഒരു 2-3 ടേബിൾ സ്പൂണോളം. ഒരു 2 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് ചേർക്കുകയാണ്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൂടി പോകരുത് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടല്ലോ, ഈ ഒരു ചെറിയൊരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വേണ്ട കാര്യമില്ല കേട്ടോ. അത് നമ്മൾ ദോശ ചുട്ടെടുക്കുമ്പം ഇളക്കി ചുട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ചൂടാവാൻ വെച്ചത്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു 1-1.5 തവി മാവ് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 1 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് മുകൾ ഭാഗമൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ദോശ തവയിൽ നിന്ന് ഇതുപോലെ വിട്ട് വന്നിട്ടുണ്ടോ, ഈ സമയത്ത് നമുക്ക് മാറ്റാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ദോശയാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ദോശ ഇതുപോലെ തന്നെ കോരി ഒഴിച്ചിട്ട് കുറച്ചധികം സമയം തവയിൽ ഒന്ന് ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ വേണമെങ്കിൽ വേവിച്ചെടുക്കാം കേട്ടോ. അതാകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, സോഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ക്രിസ്പി ആയിട്ടോ നിങ്ങൾക്ക് എടുക്കാം. സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ദോശയാണ്. ഒരു 10 മിനിറ്റ് പോലും വേണ്ട. അരിപ്പൊടി വെച്ചിട്ട് കണ്ടല്ലോ, നല്ല ടേസ്റ്റിയും അത്യാവശ്യം ക്രിസ്പി ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്ന ഒരു ദോശയാണ്. ചെറിയ ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. നമുക്കിത് കുറച്ച് തൈരുണ്ടെങ്കിൽ കഴിക്കാം, തൈര് കൂട്ടി കഴിക്കാവുന്നതേ ഉള്ളൂ. അതല്ലെങ്കിൽ കുറച്ച് നാളികേര ചമ്മന്തി ഉണ്ടെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റൻറ്റ് ദോശ റെഡി ആയിട്ടുണ്ട്. കൂട്ടുകാരെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ കമൻറ്റ് ബോക്സിലൂടെ പങ്കുവയ്ക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പ്ലീസ്. ഓക്കെ, നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു.